നമസ്കാരം. ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF നിലപാട് പ്രഖ്യാപിച്ചു. ബഹിഷ്കരിക്കില്ല, പങ്കെടുക്കുകയുമില്ല. ബഹിഷ്കരിക്കാൻ രാഷ്ട്രീയ യോഗമാണോ എന്നാണ് പിടിച്ചു നിൽക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. കൂടാതെ സർക്കാരിനോട് 3 ചോദ്യങ്ങളും. യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം തിരുത്തുമോ? അന്നെടുത്ത കേസുകൾ പിൻവലിക്കുമോ? വനിതാ മതിൽ തെറ്റെന്ന് തുറന്നു പറയുമോ? പിന്നെ ശബരിമല വികസനം അട്ടിമറിച്ചതിന്റെ കണക്കും നിരത്തി. പക്ഷേ കാതലായ ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു. പോകുമോ ഇല്ലയോ? പോകില്ലെങ്കിൽ എന്തുകൊണ്ട്? പ്രതിപക്ഷവും BJPയും ഉയർത്തുന്നത് ഒരേ ചോദ്യങ്ങളല്ലേ എന്ന പ്രശ്നത്തിനും കൃത്യമായ ഉത്തരമില്ല. ഇതിനായിരുന്നോ ഇന്നലെ നേതാക്കളെല്ലാം ഓൺലൈൻ യോഗത്തിൽ തല പുകച്ചത്? ബഹിഷ്കരണമെന്ന് പറയാൻ UDF പേടിക്കുന്നോ? സർക്കാരിനേക്കാൾ മുന്നണിയെ വെട്ടിലാക്കിയത് NSSും SNDPയുമോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. അഴകുഴമ്പൻ നിലപാടോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് അനിൽ ബോസ്, CPMൽ നിന്ന് പ്രകാശൻ മാസ്റ്റർ, വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്ന് പ്രതിപക്ഷം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് വിശദീകരിക്കുകയുണ്ടായി. അതിനോടുള്ള പ്രതികരണം എന്താണ്? കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ നിലക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ LDFിൻ്റെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ AI ക്യാമറ സ്ഥാപിക്കുന്ന വിഷയമായാലും കൊള്ളാം, അതുപോലെ തന്നെ കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആയാലും കൊള്ളാം, അതുപോലെ തന്നെ ഇവിടെ വലിയ നിലക്ക് നിക്ഷേപം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന നിക്ഷേപ സമാഹരണ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തോട് ഇന്നുവരെ സഹകരിക്കാൻ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ. കാരണം അവർ ഭയപ്പെടുന്നത് ഞങ്ങൾ കൂടി സഹകരിച്ചാൽ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് LDFിന് ഉണ്ടാവുമെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ചെയ്യേണ്ടത് എന്താ? എന്തെങ്കിലും കാര്യങ്ങൾ അന്യായമായ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അതിനെ തിരുത്താൻ അവർക്ക് ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് നിലപാട് എന്നുള്ളത് പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഇവിടെ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പങ്കെടുക്കാതിരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു ആളുകളെ പറ്റിക്കുന്ന ഒരു പ്രസ്താവനയാണത്? പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കില്ല, പങ്കെടുക്കില്ലേ എന്ന് ചോദിച്ചാൽ പങ്കെടുക്കില്ല. പങ്കെടുക്കില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് ആർജവത്തോടെ പറയാനുള്ള കരുത്ത് വേണ്ടേ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക്? ഇപ്പോൾ UDFിനകത്ത് ഈ കാര്യത്തിൽ ഒരേ നിലപാടാണോ പാർട്ടികൾക്കുള്ളത്? കോൺഗ്രസിനെ പോലെ തന്നെ വലിയൊരു പാർട്ടിയാണല്ലോ ലീഗ്. ലീഗിൻ്റെ നിലപാട് എന്താണ്? രാജ്യത്താകെ തന്നെ ഈ പറയുന്ന ആരാധനാലയങ്ങളെയും മതവിശ്വാസങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വർഗീയമായിട്ട് വേർതിരിക്കാൻ, ശത്രുക്കളാക്കാൻ കൊടിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ്. നല്ലതുപോലെ അറിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത്തരമൊരു സന്ദർഭത്തിൽ ജനങ്ങളെ ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അണിനിരത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് എന്ന് എന്തേ കോൺഗ്രസിന് മനസ്സിലാക്കാൻ? ശരി പ്രകാശൻ മാസ്റ്റർ, അതിന് ഇപ്പോ അങ്ങ് പ്രതിപക്ഷ നേതാവിന് വിശദീകരിച്ച നിലപാടിനോടുള്ള അങ്ങയുടെ പ്രതികരണം വന്നല്ലോ. അതിൽ ആദ്യമായൊരു മറുപടി ഞാനൊന്ന് ശ്രീ കോൺഗ്രസ് പ്രതിനിധി അനിൽ ബോസിൽ നിന്ന് തേടിക്കോട്ടെ. ശ്രീ അനിൽ ബോസ്, അതിനുള്ള മറുപടി ആദ്യം. ഒന്നാമത്തെ കാര്യം, പ്രകാശൻ മാസ്റ്റർ കഥ അറിയാതെ ആട്ടം കാണുക. നമുക്ക് എന്തുകൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാരുടെ ആഗോള സംഗമത്തിൽ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്? ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു അല്ലെ ബഹിഷ്കരിക്കുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? ഒരിക്കലുമല്ല. കാരണം ഞങ്ങളെല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണല്ലോ. അത് VD സതീശനാണെങ്കിലും കോൺഗ്രസ് നേതാക്കളെല്ലാം പകൽ വെളിച്ചത്തിൽ അമ്പലത്തിൽ പോകുന്നവരും ദൈവ വിശ്വാസികളും ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്നവരുമൊക്കെയാണ് മഹാഭൂരിപക്ഷം ആളുകൾ, 99% ആളുകളും. എന്തായാലും ഇവരാരും അങ്ങനെ അല്ലെന്നാണല്ലോ വെപ്പ്. ഇവരാരും അങ്ങനെ അല്ല, ഇവരാരും ഭക്തരല്ല, ഈശ്വരവിശ്വാസമില്ല, അവരെല്ലാം വിപ്ലവകാരികളാണ്. ഞങ്ങൾ എന്തുകൊണ്ട് വിയോജിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്താണ് ആ സംശയത്തിന് കാരണം? കഴിഞ്ഞ 10 വർഷമായി ഇല്ലാത്ത ആകുലതയും ആശങ്കയും ഇപ്പോഴെങ്ങനെയാണ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടത്? മാസ്റ്റർ പ്ലാൻ, വികസന പദ്ധതി, വികസന രേഖ എന്ന ചിന്ത ഇവർക്ക് ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടായത്? 8 മാസം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതിലാണ് ഞങ്ങൾ സംശയത്തോടു കൂടി ഇത് രാഷ്ട്രീയമാണെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ശ്രീ വേണു? വളരെ കൃത്യമായി നാം അറിയേണ്ട കാര്യമുണ്ട്. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ശബരിമലയാകുമ്പോൾ അത് പറയാതെ കടന്നു പോകാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയ്യപ്പ ഭക്തന്മാരെ സഹായിക്കാനാണ് കേരള ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന ലക്ഷോപലക്ഷം ഭക്തർക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം, അടിസ്ഥാന സൗകര്യമാണ്
പ്രത്യേകിച്ച് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യമാണ്, സാനിറ്റേഷൻ സംവിധാനമാണ്. ആ സാനിറ്റേഷൻ എന്ന് പറയുന്ന കാര്യത്തിലാണ് ഒന്നാമത്തെ പരിഗണന കൊടുത്ത് വികസന പ്രവർത്തനം നടത്തേണ്ടത്. അങ്ങനെ വികസന പ്രവർത്തനം നടത്തേണ്ട കേരള ഗവൺമെൻറ് ഈ കഴിഞ്ഞ കാലയളവിൽ കൊടുക്കേണ്ടിയിരുന്നത് 4.5 കോടി രൂപയാണ് സാനിറ്റേഷൻ്റെ ഡെവലപ്മെൻറ്റ് നിർമ്മാണ പ്രവർത്തികൾക്കായിട്ട് കൊടുക്കേണ്ടത്. ഞാൻ പലവട്ടം ചോദിച്ചു. ഇന്നലെ ഒരു ചർച്ചയിൽ ദേവസ്വം കമ്മീഷണർ നേരിട്ട് പങ്കെടുത്തപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാനത് അന്വേഷിച്ചിട്ട് പറയാമെന്നാണ്. അദ്ദേഹത്തിന് മറുപടിയില്ല. കാരണം ഗവൺമെൻറ്റിനെതിരെ കമ്മീഷണർ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. 4.5 കോടി രൂപയാണ് ഈ പറയുന്ന ശുചിത്വവുമായി ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. 2.25 കോടി കൊടുക്കേണ്ട സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥതയാണ് ഞാൻ സൂചിപ്പിച്ചത്. മാത്രമല്ല, ദേവസ്വം ബോർഡിനോട് സ്നേഹം, ശബരിമലയോട് സ്നേഹം, ശബരിമലയുടെ വികസനത്തിനാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വരവുണ്ട്. ദേവസ്വം ബോർഡിന് വരേണ്ട ഒരു പണമുണ്ട്. 2024 സെപ്റ്റംബർ 3 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പോലും അടുത്ത 3-ാം തീയതി എന്ന് പറയുന്നത് എത്തിയിരിക്കുന്നു. 1 വർഷം പൂർത്തിയാകാണെന്ന്. ആ 1 വർഷം പൂർത്തിയാകുന്ന ഈ ദിവസം പോലും ദേശീയപാത വികസനത്തിന് ദേവസ്വം ബോർഡ് ഭൂമികൾ വിട്ടുകൊടുത്ത ഇനത്തിൽ കൃത്യമായി വേണു അത് ഓർത്തു വെച്ച് ചോദിക്കണം, അതിന് മറുപടി വാങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദേശീയപാത വികസനത്തിന് ദേവസ്വം ബോർഡ് ഭൂമി വിട്ടുകൊടുത്ത ഇനത്തിൽ 130 കോടി രൂപ കേരള ഗവൺമെൻറ് കൈപ്പറ്റിയിട്ടുണ്ട്, ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇട്ട ഉത്തരവ് 1 വർഷം പൂർത്തിയായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. ഇവർക്ക് എവിടെയാണ് ദേവസ്വം ബോർഡിനോട് സ്നേഹം? ആ പണം ഇവരെന്ത് ചെയ്തു? ശരി, ദേവസ്വം ബോർഡിന് ഈ വിഷയം ചർച്ച ചെയ്യുന്ന വിവിധ ചർച്ചകളിൽ അങ്ങ് ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിലേക്ക് വരികയും ചെയ്യാം. പക്ഷെ ആദ്യമായി വേണ്ടത് ഇന്ന് നടന്ന കാര്യത്തിലുള്ള അങ്ങയുടെ പ്രതികരണമാണ്. ബഹിഷ്കരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ യോഗമാണോ എന്ന് ചോദിക്കുന്നു. പുതിയ 3 ഉപാധികൾ വെക്കുന്നു. അവിടെയാണ് ശ്രീ പ്രകാശൻ മാസ്റ്റർ ചോദിക്കുന്നത്, ആർജവത്തോടെ ഇതിലൊരു നിലപാട് പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് UDF-ന് കഴിയുന്നില്ല എന്ന്. അതിന് കൃത്യമായൊരു പരിമിതിയുണ്ട്. നിങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ഇത് ബഹിഷ്കരിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ലീഗും ഈ പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗവും ഒക്കെ ഉണ്ടല്ലോ ആ മുന്നണിയിൽ. ആ മുന്നണിയിൽ അവരെ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കും എന്ന് UDF-ന് പറയാൻ കഴിയില്ല. ഇത് നല്ലൊരു കാര്യമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനുള്ള മറുപടി കൂടി ഒന്ന് പറയാമോ ശ്രീ അനിൽ ബോസ്? അല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് UDF-ൻ്റെ ശൈലിയാണോ, കോൺഗ്രസ് പാർട്ടിയുടെ ശൈലിയാണോ? ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത 2017, 18, 19 കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത എന്താ? സ്ത്രീ പ്രവേശനമായിരുന്നല്ലോ, ഇല്ലേ? അന്ന് പോലും ഞങ്ങളെടുത്ത സമീപനം എന്താ? ക്ഷേത്രത്തോടും ക്ഷേത്രവിശ്വാസികളോടും ക്ഷേത്രാചാരങ്ങളോടും ഒപ്പം നിൽക്കുന്ന നിലപാടാണ്. കൊടി പിടിക്കാതെ ഇറങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. കൊടി പിടിക്കാതെ ഇറങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. അതിനും അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ധ്വനിയുണ്ട് എന്ന് മാത്രമല്ല, 2019 അതിൻ്റെ നേട്ടം കിട്ടിയത് നിങ്ങൾക്കാണ് താനും. ചോദ്യം ഇവിടെ പ്രധാനമായും ഉള്ളത് ലീഗിന്റെ നിലപാടിതാണ്. ഇത് സർക്കാർ ഒരു നല്ല കാര്യം ചെയ്യല്ലേ, ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. അത് UDF-ന്റെ നിലപാടാകാത്തത് എന്തുകൊണ്ട്? അല്ല, അങ്ങനെ പറയുന്നത് UDF-ന്റെ നിലപാട് പറയുന്ന UDF ചെയർമാനല്ലേ? UDF ചെയർമാന് മുകളിൽ ആരാ? വേറൊരാളുമില്ല. UDF എന്ന് പറയുന്നത് ലീഗ് കൂടെ ഉൾപ്പെട്ട സംവിധാനമല്ലേ? UDF-ന്റെ ചെയർമാനായി ഒരാളെ വെച്ചിരിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ലല്ലോ. തീരുമാനം ഇത് കേൾക്കൂ. UDF-ന്റെ അകത്ത് വ്യത്യസ്തമായ സമീപനങ്ങളുള്ള പ്രത്യയശാസ്ത്രപരമായി നിലപാടുകളുള്ള പാർട്ടികളുണ്ടാവും. UDF-ന്റെ പൊതുവായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് UDF കൺവീനറും ചെയർമാനും പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട വേറെ ആര് പറഞ്ഞാലും എത്ര ലീഗ് പറഞ്ഞ ഈ നിലപാട് നിങ്ങൾക്കിതിൽ ബഹിഷ്കരിക്കുക എന്ന കർക്കശമായ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നു. നിങ്ങൾക്ക് പുറമേ നിന്ന് NSS-ന്റെയും SNDP-യുടെയും സമ്മർദ്ദമുണ്ട്, അകമേ നിന്ന് ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് ഈ അഴകുഴമ്പൻ നിലപാട്. അല്ല, അഴകുഴമ്പൻ നിലപാടെന്ന് പറയുന്ന വേണുവിൻ്റെ തന്നിഷ്ടപ്രകാരം അങ്ങ് ഉപയോഗിച്ചാൽ മതി. അത് ഇങ്ങോട്ട് വേണ്ട. ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവാകട്ടെ, UDF കൺവീനറാകട്ടെ, ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനാവട്ടെ, ഞങ്ങളൊക്കെ തന്നെയും അയ്യപ്പ ഭക്തരാണ്, ശബരിമലയിൽ പോകുന്നവരാണ്. ഒരിക്കലും ഒരു ക്ഷേത്രാങ്കണം കലാപകലുഷിതമായ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരല്ല ഞങ്ങൾ. മനസ്സിലായില്ലേ? എക്കാലത്തെയും ഞങ്ങളുടെ നിലപാട്
ഈ വിശ്വാസങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ ശ്രീ അനിൽ ചോദിക്കട്ടെ, ബോസ്, നിങ്ങൾ ശ്രീ അനിൽ ഇപ്പോൾ ബോസ് വലിയ കഴിഞ്ഞ മഹത്തരം തവണ പറഞ്ഞെന്തോ ഒരു ഞങ്ങൾ second, മഹാപരാധം ചെയ്തു. അല്ല, ഒരു കഴിഞ്ഞ second, തവണ ഒരു second, ഒരു second. ഈ അത് ഈ ശരിയല്ല. മണ്ഡലകാലം ഞാൻ കടന്നു പോയല്ലോ. ഈ മണ്ഡലകാലം കടന്നു പോയപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ? അന്ന് സങ്കല്പിച്ചിട്ട് അനിഷ്ട സംഭവം സംഘർഷഭരിതമായ സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ മണ്ഡലകാലത്ത് എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ശ്രീ അനിൽ ബോസ്? അല്ല, നിങ്ങൾ അങ്ങനെ തോക്കിനകത്ത് കയറി വെടിവെക്കാതെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറുപടി കേൾക്കാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പോയിട്ട് എന്താ കാര്യം? നിങ്ങളുടെ താല്പര്യം എന്താ? CPM-ന്റെ അഭിപ്രായം പിന്നെ പ്രകാശ് മാഷ് പറയട്ടെ, ഗവൺമെന്റ് അഭിപ്രായമാണ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? അത് CPM-ന്റെ ചോദ്യമല്ല. അല്ല, ഞാൻ കഴിഞ്ഞ മണ്ഡലകാലം ഉണ്ടാക്കാനല്ലെന്ന് ഇവിടെ വന്നിരിക്കുന്നത്. മണ്ഡലകാലം ഉണ്ടാക്കാനല്ല. മര്യാദയ്ക്ക് സംസാരിക്കുക. പ്രകാശൻ മാസ്റ്റർ, പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഈ പറയുന്ന ലീഗ്, ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്തായാലും അവരുടെ നിലപാട് പരസ്യമായി വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി അവരുടെ നിലപാട് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടിപ്പോൾ പറയുകയാണ് UDF-ന്റെ ചെയർമാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മുന്നണിയുടെ നിലപാട് ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് താങ്കൾ പറയുകയുണ്ടായി. എത്രമാത്രം കൃത്യതയും വ്യക്തതയും ഇല്ലാത്തൊരു നിലപാടാണ് ഇന്ന് UDF എടുത്തിരിക്കുന്നത് എന്ന്. അനിൽ ബോസിന്റെ മറുപടിയിൽ നിന്ന് അങ്ങനെയല്ല എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും അങ്ങേക്ക് മുന്നിലുണ്ടോ ഒരു വാദമെന്ന നിലയിൽ? ഞാൻ അനിൽ ബോസിന്റെ മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അനിൽ ബോസിന്റെ ശബ്ദം ഇങ്ങനെ ചർച്ച. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഒരു മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു മോശം വാക്ക് അനിൽ ബോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് തിരുത്തിയിട്ട് ഈ ചർച്ചയിലിരിക്കാം. മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അനിൽ ബോസിന് ശബ്ദം തരൂ. മോശം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് തിരുത്തുക. ശബരിമലയുമായി ബന്ധപ്പെട്ട് മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടാണ് ആ മോശം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തിരുത്തും. അതിനൊന്നും എനിക്ക് മടിയുള്ള ആളല്ല. കാണിക്കുന്നത് അല്ല, ശരിയോ ശരിയേടോ എന്നുള്ളത് ആ വാക്ക് ഉപയോഗിക്കുന്നയാള് ശരിയും ശരികേടും പറയണ്ട. ആ വാക്ക് ഉപയോഗിക്കുന്നയാൾ ശരിയും ശരികേടും പറയണ്ട. മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് എന്ത് വാക്കാ ഉപയോഗിച്ചത്? ഇതാണ്. ശരി, പ്രകാശൻ മാസ്റ്റർ അങ്ങ് പറയൂ. ഇങ്ങനെ ഈ വിവരദോഷിത്വം പറയുന്ന ഒരാളുമായിട്ട് എങ്ങനെയാണ് ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ശ്രീ പ്രകാശൻ മാസ്റ്റർ, അനിൽ ബോസ് മുൻപ് ഇറങ്ങിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ഉത്തരം മുട്ടുന്ന ഘട്ടങ്ങളിൽ. അത് അദ്ദേഹത്തെ അയക്കുന്ന പാർട്ടി ആണ് അത് ആലോചിക്കേണ്ടത്. ഇങ്ങനെ വിവരദോഷികളെയാണോ പറഞ്ഞു വിടേണ്ടതെന്ന്. ശരി, പ്രകാശൻ മാസ്റ്റർ തുടരൂ. ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയാത്ത പാപ്പരത്വം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത്. അല്ല, അതിനപ്പുറത്ത് മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് ഈ വിദ്വാൻ ഉപയോഗിച്ച വാക്ക് പ്രകാശ് മാഷ് കേട്ടില്ലേ? മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് ഈ വിദ്വാൻ ഉപയോഗിച്ച വാക്ക് പ്രകാശ് മാഷ് കേട്ടില്ലേ? അനിൽ ബോസ്, ഞാൻ കേട്ടത് അനിൽ ബോസ് എല്ലാ സമയങ്ങളിലും ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയുടെ ഭാഗമായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നു. ആ ശൈലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. അത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കേൾക്കുന്ന ആ സ്ഥലത്ത് പോയത് വിളമ്പിയാൽ മതി, അത്രേ ഉള്ളൂ. ഇവിടെ എന്താണ് നിലപാട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയണ്ടേ? അത് പറയാതെ ഞങ്ങൾക്ക് നിലപാടുണ്ട് എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? പിന്നെ ഈ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ ഞങ്ങൾ ഒരിക്കലും വലിയ നിലക്കുള്ള ഇടപെടൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് കേരളത്തിന് അറിയുന്നല്ലേ? ഇപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ BJP-യുടെ ആളുകൾ പറയേണ്ട ഒരു കാര്യം, സുപ്രീം കോടതി സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നിലപാട്? അത് പറയണ്ടേ? അത് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? അത് പറയാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുമോ? പിന്നെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡും വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിന് 2025-30 31,496 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഉണ്ടാക്കിയത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇപ്രാവശ്യം 83.95 കോടി അനുവദിച്ചു. സാനിറ്റേഷൻ സൊസൈറ്റിക്ക് 20.42 കോടി അനുവദിച്ചു. എടത്താവളത്തിന് 116.41 കോടി അനുവദിച്ചു. ആസ്ഥാന അതുപോലെ തന്നെ സുരക്ഷാ പാലം, നിലക്കൽ കോർ ഏരിയ വികസനം, ശുദ്ധജല പൈപ്പ് ലൈൻ, നിലക്കൽ റോഡ് പാലം നിർമ്മാണം, തീർത്ഥാടക സൗകര്യ കേന്ദ്രം, അതുപോലെ തന്നെ തന്ത്രിമഠം, പ്രസാദ നിർമ്മാണ വിതരണ സമുച്ചയം, അഗ്നിശമന സംവിധാനം, ജലസ്രോത സംരക്ഷണം, ഇത്രയേറെ പദ്ധതികൾ പ്രഖ്യാപിച്ച് അത് അയ്യപ്പ ഭക്തരോട് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് പറയണ്ടേ? അത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ. കാരണം ഇത് അനുഭവിക്കുന്ന ആളുകൾ അയ്യപ്പ ഭക്തരാണല്ലോ.
അവർ വരുമ്പോൾ അവർക്ക് ഉള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവരോട് നേരിട്ട് ജനാധിപത്യപരമായി ശരി ഇല്ല, ഇതൊക്കെ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അല്ല ഇതൊക്കെ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. ഇവിടുത്തെ പ്രശ്നം ലീഗ് ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞതുകൊണ്ടാണോ സതീശന് ഒരു നിലപാട് പറയാൻ കഴിയാത്തത്രയും പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് എത്തിയത്? ശ്രീ പ്രകാശൻ മാസ്റ്റർ, ചോദ്യം 1. ഇനി അടുത്തത്, ഈ പറയുന്ന ഈ 3 ചോദ്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടില്ല എന്ന് ഉറപ്പ് ആക്കിക്കൊണ്ട് ഒരു ഉപാധി വെച്ചുകൊണ്ട് തടിയൂരുകയാണോ ചെയ്തിരിക്കുന്നത് സതീശൻ ഇന്ന്? ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ 24-ാം പാർട്ടി കോൺഗ്രസ് കൃത്യമായ നിലയ്ക്ക് ചൂണ്ടിക്കാണിച്ചത് രാജ്യത്തിനകത്ത് ന്യൂനപക്ഷ വേട്ട സംഘടിപ്പിച്ച് അതിനുവേണ്ടി നിയമപരമായി അതുപോലെ കായികാക്രമണം മുഖേനയൊക്കെ തന്നെ ന്യൂനപക്ഷ വേട്ട സംഘടിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ വർഗീയവാദികൾ ശ്രമം നടത്തുകയാണ്. അതിനെ സഹായിക്കാൻ ആവശ്യമായ നിലപാടുകൾ ന്യൂനപക്ഷ വർഗീയതയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഈ കാര്യത്തിൽ വളരെയേറെ മുന്നേറ്റമുണ്ടാക്കിയ ഒരു നാടാണ് കേരളം മതനിരപേക്ഷതയുടെ കാര്യത്തിൽ. അതുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ എല്ലാ വിഭാഗത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയതയുടെ വിപത്തിനെ ചെറുക്കുന്നതിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാവണം എന്ന് ഞങ്ങൾ പറയുന്നത്. അതിന് ഏറ്റവും വരെ ആശ്രയിക്കാനാവുന്നത് വിശ്വാസികളെയാണ്. വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല, അവർക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രാമുഖ്യം. അതുകൊണ്ട് വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന വർഗീയതയെ ചെറുക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ഇതപര്യന്തം നടത്തുന്നത്. ഇപ്പോൾ നടത്തുന്ന ശ്രമം അതിൻ്റെ ഭാഗമാണ്. ഇവിടെ ആരെയെല്ലാം ക്ഷണിക്കുമെന്നതിനെ സംബന്ധിച്ച്, എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ഇതിൽ ആരെയും ഒറ്റപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇതിലെ കമ്മിറ്റിക്ക് നിങ്ങൾക്ക് ഇതിപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചൊരു കാര്യമല്ല, അവിടെ ദേവസ്വം ബോർഡ് പിന്നെ തീരുമാനിച്ചൊരു കാര്യം. മാത്രമല്ല ഇന്ന് ദേവസ്വം മന്ത്രി വിശദീകരിച്ചതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയമില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ഇതിൽ ആദ്യം തന്നെ ഇതിന്റെ ഭാഗമാക്കിയത് എന്ന്. ഇതിന്റെ മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രി, മറ്റ് രക്ഷാധികാരികളിൽ സ്പീക്കർ, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി, കൂടെ പ്രതിപക്ഷ നേതാവും വരികയാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ കണ്ണുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ശ്രീ VN വാസവൻ ചോദിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ UDFന്റെ നിലപാട് കണ്ടിട്ട് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? 2 കാര്യങ്ങൾ. ആദ്യം തന്നെ എന്നെ ഒരു അയ്യപ്പ വിശ്വാസിയായിട്ട് എടുക്കരുത്. 100% രാഷ്ട്രീയം പറയുന്ന ഒരാളായിട്ട് എടുക്കണം. ആ അയ്യപ്പന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയാൻ പോകുന്നത്. 2006 ജൂലൈ മുതൽ കഴിഞ്ഞ 19 വർഷം ഇതിനുവേണ്ടി പ്രയത്നിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതായത് പലപ്പോഴും ഇവിടെ കേസ് വിളിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ശബരിമല കേസ് വിളിക്കുമ്പോൾ ഞാൻ മാത്രം വരുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സഖാവ് പ്രകാശൻ മാസ്റ്റർ അടക്കം ചെയ്യണം. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ശ്രീ വേണു ഒരു പ്രത്യേക വാക്ക് അദ്ദേഹം ശ്രീ അനിൽ ബോസ് ഉപയോഗിച്ചപ്പോൾ ഇടപെട്ടത് നന്നായി. അത് വിശ്വാസികൾക്ക് വേദനിക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹം ദേഷ്യം വന്നുകൊണ്ട് പറഞ്ഞായിരിക്കും. എനിക്കിതിൽ 2 ദേഷ്യം വന്നുകൊണ്ടല്ല രാഹുലെ, ഈ ലീഗിന്റെ കാര്യം വന്നപ്പോ ആകെ അങ്ങ് ബുദ്ധിമുട്ടി പോയി, അതുകൊണ്ടാണ് തടിയൂരിപ്പോയത്. അതുകൂടെ കൊണ്ടാണ്. ഈ അത് 2 കേരളത്തിൽ ഞാൻ ഒരു ചോദ്യത്തിൽ തുടങ്ങാം. കേരളത്തിൽ ആദ്യമായിട്ട് ശബരിമല പ്രക്ഷോഭത്തെ പിന്തുണച്ച പാർട്ടി ഏതാണ്? നമുക്ക് അഭിമാനത്തോടെ പറയാം, അത് മുസ്ലിം ലീഗാണ്. ഞാൻ അന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാറിനെ, അന്ന് ET മുഹമ്മദ് ബഷീർ സാറിനെ കാണാൻ പോയി. അന്ന് മുസ്ലിങ്ങളുടെ കോഴിക്കോട്ട് സമ്മേളനം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി സേവ് ശബരിമലയ്ക്ക് ആദ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരാണ് അവരുടെ പച്ച പതാകയുമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആദ്യമായി തെരുവിലേക്ക് ഇറങ്ങി നമ്മുടെ സേവ് ശബരിമലയ്ക്ക് അഭിവാദ്യം വിളിച്ചിറങ്ങിയത്. അതുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ഒരേ നാമം ജപിക്കാൻ പോയവർക്ക് നാരങ്ങ കലക്കി കൊടുത്തതെന്ന് കളിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മുസ്ലിം ലീഗിന്റെ നിലപാടാണ് എന്നും നന്മയുള്ള നിലപാട്. ഇനി 2ാമത്തെ പോയിന്റ്, അത് പ്രകാശൻ മാസ്റ്ററും കൂടെ വേണ്ടിയാണ്. ഇതിലെ രാഷ്ട്രീയം എന്നെ ഒരു മിനിറ്റിൽ പറയാൻ അനുവദിക്കണം. ഇതിലെ രാഷ്ട്രീയം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ അഴകുഴമ്പൻ നിലപാടെടുക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ശബരിമല വിധിന്യായത്തിന് പിന്നിൽ ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന വലതുപക്ഷ ബ്രാഹ്മണനായ ഒരു ജഡ്ജിയാണ്. ഞാൻ ജനിച്ച സമുദായത്തിലെ ബ്രാഹ്മണ സമുദായത്തിലെ വലതുപക്ഷക്കാരനും അഴിമതിക്കാരനുമായ ഒരു ജഡ്ജിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഞാൻ ഒരുപാട് വർഷങ്ങളായി പേരെടുത്ത് കുറ്റം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് 4 ജഡ്ജിമാർ ഇദ്ദേഹത്തിനെതിരെ പ്രസ് മീറ്റ് വിളിച്ചു. അപ്പൊ അതിന്റെ സീരിയസ്നെസ് ഉദ്ദേശിക്കാം. CPM-ന്റെയും കോൺഗ്രസിന്റെയും 72 MPമാർ ഒപ്പിട്ട് ഇംപീച്ച് ചെയ്യാൻ മൂവ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. അപ്പൊ അതിന്റെ സീരിയസ്നെസ് മനസ്സിലായല്ലോ. എന്റെ ദേഷ്യം കൊണ്ട് പറയുന്നതല്ല. ഇനി അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന്റെ അവസാനത്തിലേക്ക് ശബരിമല സ്ത്രീകളെ കയറ്റി യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ഒരു കളം ഒരുക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ നാടകം. അതാണ് അതിന്റെ പച്ച പരമാർത്ഥം. ഇത് രാഹുൽ ഈശ്വർ പറയുന്നത് വിശ്വസിക്കേണ്ട. BJPയുടെ രാജ്യസഭാ MP ആയ ഹാർവേഡ് പ്രൊഫസർ കൂടിയായിരുന്ന, മുസ്ലിം വിരോധം കൊണ്ട് ഹാർവേഡിൽ നിന്ന് പഠിപ്പിക്കൽ സ്ഥാനം നഷ്ടപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ പരസ്യമായി പറയുന്നുണ്ട്. അതായത് ശബരിമല പ്രക്ഷോഭം നടന്നുകൊണ്ടിരുന്നപ്പോ CPM-കാര് പോലും പറയാത്തൊരു വാചകം അദ്ദേഹം പറഞ്ഞു. പട്ടാളത്തെ ഇറക്കി ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന്.
അതായത് എൻ്റെ അമ്മയും മുത്തശ്ശിമാരും ഒക്കെ പട്ടാളത്തെ ഇറക്കി ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്ന് പറഞ്ഞത് ഒരു BJP-യുടെ MP ആണ്. ഇന്നും പ്രകാശ് മാസ്റ്റർക്ക് പോലും ഇന്ന് ശബരിമല യുവതികളെ കയറ്റണമെന്ന് അഭിപ്രായം കാണില്ല. ഇന്നും ശബരിമല യുവതികളെ കയറ്റണമെന്ന് അഭിപ്രായമുള്ള 2 പേരെ കേരളത്തിലുള്ളൂ. അത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായ RV ബാബു, നിങ്ങളുടെ പ്രസ് മീറ്റ് കാണിച്ച വ്യക്തി. പുള്ളി ഇന്നും ശബരിമല യുവതികളെ കയറ്റണമെന്ന് വാദിക്കുന്ന ആളാണ്. ശ്രീ TG മോഹൻദാസ്, BJP-യുടെ ഇന്റലക്ച്വൽ സെൽ ഹെഡ്. ഇതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഹിന്ദു വലതുപക്ഷ ബ്രാഹ്മണിക്കൽ ഫോഴ്സസിന് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെങ്കിൽ ശബരിമല മുസ്ലിങ്ങൾ ഒരു ഡിഫൻസ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാതിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവർ ഈ ശബരിമല യുവതികളെ കയറ്റണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ പൂജനീയ സർസംഘചാലകും മോദിജിയൊക്കെ നിലപാട് മാറ്റി നമ്മുടെ ഭക്തജന പ്രക്ഷോഭം ഉണ്ടായി. ഞങ്ങളടക്കം NSS അടക്കം ഒരുപാട് പേര് ഇറങ്ങിയുണ്ട്. ഇവർക്ക് മറ്റൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. ഒരു കൗതുകം കൂടി പറയാം. ഒരുപക്ഷെ ശ്രീ വേണുവിന് ഓർമ്മ കാണും, ഞാനും സുരേന്ദ്രൻജിയും പരസ്യമായി തർക്കുകയും അടികൂടിയിട്ടുണ്ട്. സുരേന്ദ്രൻജി ശബരിമല യുവതികളെ കേട്ടോന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് രഹന ഫാത്തിമയെ ടാഗ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശബരിമല യുവതികളെ കേട്ടണം, 365 ദിവസം തുറക്കണം. പിന്നീട് അദ്ദേഹം നല്ല നിലപാടിലേക്ക് വന്നു. അത് സന്തോഷം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ രാഷ്ട്രീയം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ രാഷ്ട്രീയം ഇന്ത്യയിൽ നന്നായി മനസ്സിലാക്കിയ ഏക വ്യക്തി ശ്രീ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവെന്ന ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ 2 or 3 പ്രാവശ്യം, പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം നന്നായി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡിന് കളമൊരുക്കലിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് സത്യം. അതായത് പ്രകാശം മാസ് നേരത്തെ പറഞ്ഞല്ലോ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, ഇസ്ലാമോഫോബിയയും മുസ്ലിം സഹോദരന്മാരെ അരികുവൽക്കരിക്കാനും അപരവൽക്കരിക്കാനും അവർ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാത്തവരാണെന്ന് ധ്വനിപ്പിക്കാനും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വളഞ്ഞ വഴിയായിരുന്നു ഇത്. ഈ സത്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, ഇതാണ് അതിന്റെ സത്യം. സുപ്രീം കോടതിയിലെ ഏതെങ്കിലും അഡ്വക്കേറ്റ്സിനോടൊക്കെ ചോദിച്ചാൽ മതി. ഇതാണ് അതിന്റെ പശ്ചാത്തലം. ഈ പശ്ചാത്തലം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് അവിടെയും ഇവിടെയും പിടിച്ചൊരു നിലപാടെടുക്കാൻ പറ്റാത്ത. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ CPM വിരുദ്ധനാണെന്ന് അറിയാമല്ലോ. ഞാൻ മുമ്പുമായിരുന്നു, ഇന്നുമാണ്, നാളെയാണ്. അതായത് CPM കാരോട് എന്നും അടികൂടി നിൽക്കുന്ന വ്യക്തിയാണ്. പിണറായി വിജയൻ സഖാവിന്റെ പോലീസ് കാരണം 5 തവണ ജയിലിൽ കിടന്ന് 2-3 ആഴ്ച ജയിലിൽ കിടന്ന വ്യക്തിയാണ്. പക്ഷേ സഖാവ് പിണറായി വിജയൻ അവർ അയ്യപ്പനെയും ബാവരെയും കുറിച്ച് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ പോലൊരു മുഖ്യമന്ത്രി നമ്മുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും ഹൈലൈറ്റ് ചെയ്യുന്നു. അയ്യപ്പൻ എന്ന ഹിന്ദുവും വാവരെന്ന മുസ്ലിമിന്റെ ഐക്യം. ഇനിയും വെളുത്താൻ ഒരു ക്രിസ്ത്യൻ ഫിഗറും കൂടെ ഉണ്ട്, ആലപ്പുഴ മുഹമ്മ. ഒരുപക്ഷെ പ്രകാശം മാസ്റ്റർക്ക് പരിചയമുള്ള AK ഗോപാലന്റെ ഭാര്യയായ സുശീല ഗോപാലൻ വന്ന് ജനിച്ച താവഴിയാണ് ആലപ്പുഴ മുഹമ്മ, ആർത്തുങ്കലിന്റെ അടുത്തുള്ള സ്ഥലം. ഇവിടത്തെ വെളുത്താൻ ഒരു ക്രിസ്ത്യൻ പിതാവ് കൂടി ഇവരുടെ സുഹൃത്തുണ്ടായിരുന്നു. നമ്മുടെ ചരിത്രത്തിന്റെ മഹത്വമാണ്. ഇന്ന് RSSലെ ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, കുമ്മനം ചേട്ടൻ ഒന്നുമില്ല, പക്ഷേ ഒരു തീവ്ര വിഭാഗം, പേരെടുത്ത് പറയാം, ശശികല ടീച്ചർ അടക്കമുള്ള വിഭാഗം വാവരല്ല വാബുരനാണ് എന്ന് പച്ചക്കള്ളം പറയുകയാണ്. അങ്ങനെയാണ് വാബുറിന് വേണ്ടി അവിടെ ഒരു അമ്പലം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയും ദേവസ്വം മന്ത്രി അടക്കം ഇടപെടുകയും അത് തടയുകയൊക്കെ ചെയ്തത്. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ ഒരു സെക്കൻഡ് കൂടെ എടുക്കൂ. തീവ്ര ഹിന്ദുത്വ വലതുപക്ഷവാദികൾ അവരെ ഒരു ഡിഫൻസ് ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിന് നിലപാടെടുക്കാൻ പറ്റാതാകുകയാണ്. അതായത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടാണ് നന്മയുള്ള നിലപാട്. കാര്യം അവർ മത സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. കോൺഗ്രസിന് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ മതേതരത്വം, മറു കയ്യിൽ വർഗീയത. ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് കോൺഗ്രസിന് അറിയില്ല. പകരം മതസൗഹാർദ്ദം എന്ന ലൈൻ എടുത്ത് മുമ്പോട്ട് വരാൻ കോൺഗ്രസിന് കഴിയാത്തോളം കാലം അഴകുഴമ്പനായി അവിടെ ഇവിടെയും തൊടാതെ നിൽക്കും. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് അടുത്ത തവണ കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഈ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഇല്ല. ഇത് അറ്റ്ലീസ്റ്റ് രമേശ് ചെന്നിത്തലാജിയോടെങ്കിലും ചോദിച്ചാൽ പറയും, ശബരിമല വിധിന്യായത്തിന് പിന്നിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് മുസ്ലിം ക്രിസ്ത്യൻ പേഴ്സണൽ ലോ റദ്ദാക്കണമെന്നുള്ള ഇന്ത്യയുടെ ഡീപ് സ്റ്റേറ്റിലെ ബ്രാഹ്മണിക്കൽ എലിമെന്റ്സിന്റെ താല്പര്യമാണ്. ഈ വിഷയം മനസ്സിലാക്കാതെ ഈ വിഷയം പറ്റില്ല. ശരി. മാത്രമല്ല, നമ്മൾ പങ്കെടുത്ത് ഇതേ വിഷയം ചർച്ച ചെയ്ത മുൻപുള്ള സമയങ്ങളിലും രാഹുൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാദ്യമായി പറയുന്നതല്ല എന്നതാണ് എൻ്റെ ഓർമ്മ. ദീപക് മിശ്രയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അതോടെ നിൽക്കട്ടെ. ഇന്നത്തെ പ്രധാന വിഷയം അതല്ലല്ലോ. പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും ഒക്കെ വീണ്ടും ഉടുപ്പൊക്കെയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങ് അറിഞ്ഞു കാണുമല്ലോ, അവർ 22-ാം തീയതി ഈ പറയുന്ന ബദൽ സംഗമം നടത്താൻ പോവുകയാണ് പന്തളത്ത്. അപ്പോൾ ആ രൂപത്തിൽ ഇറങ്ങുന്നില്ല കോൺഗ്രസും UDFും ഒന്നും. എന്ന് മാത്രവുമല്ല, NSSനെയും SNDPയെയും ഒന്നും അവരെടുത്ത നിലപാടിൽ ഇടപെട്ടെന്തെങ്കിലും അഭിപ്രായം പറയാനും കോൺഗ്രസ് നേതൃത്വമോ UDF നേതൃത്വമോ മുതിരുന്നില്ല. അപ്പോൾ ഈ സർക്കാരിനെ മുഖാമുഖം നേരിടാനുള്ള സമീപനം ഇല്ല UDFന്. എന്നാൽ മറ്റൊരു കൂട്ടർ ഇതിനെ ഒരു എതിർ ധ്രുവീകരണത്തിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് കണ്ട് അതിൻ്റെ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അത്തരമൊരു സതുദ്ദേശം കുറഞ്ഞപക്ഷം UDFനുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? ഇതില് UDF എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇവിടെ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ജാതി മത പരിഗണനകളില്ലാതെ എല്ലാ വിഭാഗം ആളുകൾക്കും കടന്നു വരാൻ കഴിയുന്ന ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അതുപോലെ തന്നെ അവിടെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഈ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് എങ്ങനെയാണ് BJP-ക്കാർക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയുക? തത്വമസി എന്നാണ്. തത്വമസി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിനെ തള്ളിപ്പളയാൻ വേണ്ടിയിട്ട് BJP-ക്കാർക്ക് എങ്ങനെ സാധ്യമാവുക? അപ്പോൾ തത്വമസി എന്ന ആശയം അത് നീയും ഞാനുമെല്ലാം ഒന്ന് തന്നെയാണ്, ബ്രഹ്മം എന്നിലും നിന്നിലുമെല്ലാം ഒന്നാണ് എന്ന നിലക്കുള്ള ഒരു മഹത്തായ ആശയത്തെ അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മതനിരപേക്ഷതയുടെ ആത്മീയ കേന്ദ്രമായിട്ട് ഈ കേന്ദ്രത്തെ മാറ്റിയെടുക്കാനാണ് LDF-ന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഈ പകൽ വെളിച്ചം പോലെ ആ കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏതു കാര്യത്തോടാണ് കോൺഗ്രസിന് വിയോജിപ്പ്? അവർ പറയണ്ടേ? ഇവിടെ അവിടെ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ, അതിനെ സംബന്ധിക്കുന്ന വിശദീകരണം, അവർക്ക് എന്റെ ചോദ്യം അപ്പോഴും അവർ സർക്കാരുമായി ഒരു നേർക്കുനേർ സംഘടനത്തിനില്ല. ഇതിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സമീപനവും UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. പ്രകാശൻ മാസ്റ്റർ, ആ സമീപനത്തെ എങ്ങനെ കാണുന്നു? ഒപ്പം തന്നെ നിങ്ങൾ പറയേണ്ടതാണ് എന്നാൽ ഒരു എതിർ ധ്രുവീകരണത്തിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് പഴയ ഈ പറയുന്ന സുവർണാവസരക്കാർ. രണ്ടിനുമുള്ള അങ്ങയുടെ മറുപടി. ഈ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി രാജ്യത്താകെ കറകളയാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് CPI ഈ കോൺഗ്രസ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ BJP-യെ വർഗീയ കക്ഷിയായി പരിഗണിക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ കുറിച്ച് ഞങ്ങളുടെ നിലപാട് അധികാര കസേരകൾക്ക് വേണ്ടി വർഗീയ പ്രീണനം നടത്തുന്ന പാർട്ടിയാണ് എന്നാണ്. കേരളത്തിൽ എത്രയെത്ര സന്ദർഭങ്ങൾ നമുക്ക് അതിൽ കാണാൻ വേണ്ടി കഴിയും. അവർ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങളോ മതനിരപേക്ഷതയോ ജനങ്ങളുടെ ഐക്യമോ സമാധാനമോ ഒന്നും അവരുടെ വിഷയമല്ല. അവർക്കെന്താ വിഷയം? അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാര കസേര നേടുന്നതിന് സ്വീകരിക്കാവുന്ന അഴകുടമ്പൻ നിലപാടെന്താണ്? അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അവർ നിർബന്ധിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ന കാര്യത്തിൽ വിയോജിപ്പുണ്ട്, പറയട്ടെ, ഞങ്ങൾക്ക് അതിലൊരു മാറ്റം വരുത്തണം, പറയാൻ അവർക്ക് തീർച്ചയായിട്ടും അധികാരമുണ്ടല്ലോ. അതിന് പകരം ഇവിടെ രാജ്യത്തിലെ കാലാവസ്ഥയെ കാണാത്തൊരു നിലപാടാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 3 കാര്യങ്ങൾക്കുള്ള മറുപടി വേഗം. ഒന്ന്, ഈ പറയുന്ന യുവതീ പ്രവേശത്തെ അനുകൂലിച്ച സർക്കാരിന്റെ സത്യവാങ്മൂലം തിരുത്തുമോ? കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊന്നുമായിട്ടില്ല, അതിന്റെ സ്ഥിതി എന്താണ്? അതുപോലെ തന്നെ ഈ വനിതാ മതിൽ അത് തെറ്റായിരുന്നു എന്ന് തുറന്നു പറയുമോ? 3-നുള്ള മറുപടി. ഇതിലെ എല്ലാ കാലത്തും നവോത്ഥാനത്തിൻ്റെ കൂടെ നിന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് വിശ്വാസികൾക്ക് വേണ്ടി ഉൾപ്പെടെ. ഇപ്പം നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, കേരളത്തിൽ പാലിയം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന സമരം പ്രഖ്യാപിച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകനായിട്ടുള്ള സഖാവ് കൃഷ്ണപിള്ള ഏറ്റവും ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങിയത് ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് മുമ്പിലുള്ള മണിയടിച്ചപ്പോഴാണ്. AKG ആവട്ടെ നമുക്ക് കണ്ണൂർ ജില്ലയിലുള്ള അമ്പലത്തിന് സമീപത്തുകൂടെ പിന്നോക്കക്കാരെ കയറ്റി നടന്നപ്പോഴാണ് ഏറ്റവും ഭീകരമായ മർദ്ദനം ഏറ്റുവാങ്ങിയത്. ഇവിടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനും ഏറ്റവും വലിയ വില കൊടുത്ത പാർട്ടി CPI-യുമാണ് ഈ കേരളത്തിൽ. അത് ആർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയുക? അതുകൊണ്ട് ഞങ്ങൾ ആ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നേരത്തെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുമ്പോൾ കേസുകൾ സംബന്ധിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം പരസ്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞു. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 75% കേസുകളും പിൻവലിച്ചിട്ടുണ്ട്. ഏതെങ്കിലും നിലക്കുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്ന കേസ് പിൻവലിക്കാൻ ഗവൺമെന്റിനാവില്ല. അത് കോടതിയോട് കൂടി അനുമതി വേണം. അതൊഴിച്ച് ബാക്കി എല്ലാ കേസുകളും പിൻവലിച്ചിട്ടുണ്ട്. അത് പലതവണ വ്യക്തമാക്കി. ഇന്നിപ്പോ ഇത് മന്ത്രി VN വാസവനോടും ചോദിക്കുകയുണ്ടായി. മന്ത്രി VN വാസവനോട്. അപ്പോൾ വാസവൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. സെഷൻസ് കേസ് എന്ന് വെച്ചാൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെങ്കിൽ കോടതിയിൽ വന്നിട്ട് കോടതിയുടെ അനുമതിയോടെ വിഡ്രോ ചെയ്യാൻ കഴിയൂ. ഗൗരവം കൊടുത്ത ആ കേസ് മുന്നോട്ട് നടത്തുന്ന രീതിയല്ല ഇപ്പോൾ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കോടതിയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അനുഭാവം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ അപ്പോഴും ഇന്ന് ഈ കുമ്മനത്തെ പോലെയുള്ള ആളുകൾ പച്ച നുണയും കൂടെ പറയുന്നത്. ഒരു സെക്കൻഡ് പ്രകാശൻ മാസ്റ്റർ, കുമ്മനം പറയുകയായിരുന്നു ഈ കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, നിരവധി ആളുകൾക്ക് ഈ പറയുന്ന സർക്കാർ സർവീസിലേക്ക് എത്താനുള്ള ഇന്റർവ്യൂ അടക്കമുള്ള സ്ഥലങ്ങളെത്തുമ്പോൾ അവരതിൽ നിന്ന് തട്ടിമാറ്റപ്പെടുന്നു. പിന്നെ വീരബലിദാനികൾ ഉണ്ടായി എന്ന് പറയുന്നു. രാഹുലിൻ്റെ കൂടെ വരുമ്പോൾ ഒന്ന് സ്ഥിരീകരിക്കണം. ഈ 2018 ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ വന്ന ഏതെങ്കിലും പ്രക്ഷോഭത്തിലും സമരത്തിലും ഒരു മരണമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതൊരു ബലിദാനവുമല്ല, അതല്ലാതെയുള്ളൊരു ആക്സിഡൻ്റൽ ഒരു അപകട മരണമാണ്. അതല്ലാതെ ഏതെങ്കിലും വീരബലിദാനികൾ ഉണ്ടോ?
ഇങ്ങനെ പച്ച നുണയും കൂടെ പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ പറയുന്ന കുമ്മനം അടക്കമുള്ളവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രകാശൻ മാസ്റ്ററെ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പിന്നെ ഇന്നൊരു വിദ്വാൻ പറഞ്ഞത്, ഇന്നൊരു ചാനൽ ചർച്ചയിൽ ഇരുന്നൊരു ഹിന്ദു ഐക്യവേദിയുടെ വിദ്വാൻ പറഞ്ഞത്, ഈ രാഹുലിന്റെ കുടുംബത്തിലെ മുഖ്യ തന്ത്രിയുടെ ഭാര്യ ദേവകി അന്തർജനത്തെ പിടിച്ച് ജയിലിലിട്ടു എന്ന്. രാഹുലിനെയും ദേവകി അന്തർജനത്തേക്ക് നമുക്ക് അവിടുത്തെ പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകൾക്കകം ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടിട്ടുമുണ്ട്. ഒരു തടങ്കൽ പാളയത്തിലേക്ക് അയച്ചിട്ടില്ല. എന്നാ മുത്തശ്ശി എങ്കിൽ മുത്തശ്ശി, അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, ശരി, ശരി. അല്ല, ഞാൻ അങ്ങനെയൊക്കെ വരാം രാഹുൽ. ആ ഘട്ടത്തിൽ അങ്ങേ വിളിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ അറിയുവാനായിട്ട്. ശരിയാണ്, അതാണ് അങ്ങ് ചോദിച്ചെങ്കിൽ. അതല്ല, ഇപ്പൊ വിഷയത്തിൽ നിൽക്കാം. പ്രകാശൻ മാസ്റ്റർ, ഈ ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ള ഹൈന്ദവ വർഗീയവാദികൾക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി രക്തം ചിന്തുന്നവർ ഞങ്ങളാണെന്ന് സ്ഥാപിച്ച് ഹൈന്ദവ വികാരം ഉയർത്തിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് വസ്തുതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കള്ളപ്രചാര വേലകൾ അവർ നടത്തുകയാണ്. ഞാൻ ചോദിക്കുന്നത്, അതിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് കൂട്ടുകെട്ട കാര്യം എന്താ? അല്ലല്ല, അറിയേണ്ട കാര്യം, അറിയേണ്ട കാര്യം കുമ്മനത്തിനുള്ള മറുപടി. ഇതിന്റെ ഭാഗമായി, കേസുകൾ ഉൾപ്പെട്ടതിന്റെ ഭാഗമായി സർക്കാർ തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ടോ? ഈ കേസിൽ ഉൾപ്പെട്ടതിന്റെ ഭാഗമായി ഇന്റർവ്യൂവിൽ തള്ളപ്പെട്ടവരുണ്ടോ? ബലിദാനികളുണ്ടോ? ഞാൻ കുമ്മനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, ഒരൊറ്റ കേസ്, ഈ കേസിൽ കേസിൽ പ്രതിയാണെന്നുള്ള കാരണം കൊണ്ട് ഏതെങ്കിലും നിലക്ക് ജോലി നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സംഭവവും ഇന്ന് വരെ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടേ ഇല്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് പച്ചക്കള്ളം പറയാണെന്ന്. ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഞങ്ങളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ അയ്യപ്പമാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും അവിടെ വലിയ വികസന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും അതിനൊരു പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമായിട്ട് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തരാണ് തങ്ങളെങ്കിൽ അതിന് പിന്തുണക്കുന്ന നിലപാടല്ലേ BJP സ്വീകരിക്കേണ്ടത്? 99% ആളുകൾ ഞങ്ങൾ ഈ പറയുന്ന അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ കോൺഗ്രസ് അതിന് പിന്തുണക്കല്ലേ ചെയ്യേണ്ടത്? ഒരു കാര്യം കൂടി പ്രകാശൻ മാസ്റ്റർ, 22-ാം തീയതി പന്തളത്ത് ബദൽ സംഗമം നടത്തുകയാണ്, അയ്യപ്പ സംഗമം. അതിനെങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ? അതെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം എത്രയോ കണ്ട് എതിരിട്ട് പരാജയപ്പെടുത്തിയ നാടിൻ്റെ പേരാ കേരളം. ഇവിടെ ഈ പറയുന്ന പഴയകാല ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം ശക്തിപ്പെടുത്തുന്നതിൽ RSS വഹിച്ചിരിക്കുന്ന പങ്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ്. അതിനെയെല്ലാം ചെറുത്തുകൊണ്ടും അതിനെയെല്ലാം തന്നെ നല്ലതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ് കേരളം ഈ മതനിരപേക്ഷ മനസ്സ്. ശരി, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. എന്തായാലും ഈ പറയുന്ന ശബരിമല കർമ്മസമിതിയും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദിയും ഈ ബദൽ സംഗമം എന്ന് പറയുന്നത് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായി MV ഗോവിന്ദൻ ഇന്നത് സൂചിപ്പിക്കുകയുണ്ടായി. സഖാവ് അജയ് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചിട്ട പോലെ വരികയാണ്. വിശ്വാസികളുടേതായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വർഗീയവാദികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് വരും. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ബദൽ സംഗമം എന്ന അടുത്ത നീക്കം സംഘപരിവാർ സംഘടനകളുടെ. രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസ് ആയാലും BJP ആയാലും മറ്റ് അതിലേക്ക് വരാം രാഹുൽ, ഹിന്ദു സംഘടനകളായാലും ഒക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സർക്കാർ തിരുത്തുമോ ഇല്ലയോ, തിരുത്തിയിട്ട് മതി ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്ന്. നമുക്കറിയുന്നതാണല്ലോ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം പലവട്ടം മണ്ഡലകാലങ്ങൾ കടന്നുപോയി എന്ന്. 2 തവണ ഈ കോവിഡ് എന്ന് പറയുന്ന ഘട്ടം മാറ്റിവെക്കുക, അതിനുശേഷം പിന്നീട് ഓരോ ഘട്ടവും ഈ മണ്ഡലകാലം നടക്കുമ്പോൾ അവിടെ സ്ത്രീകൾ വരുന്നുണ്ടായിരുന്നോ? അത് തന്നെയല്ലേ ഏറ്റവും വലിയ സത്യവാങ്മൂലം. ഇനി കഴിഞ്ഞ തവണ ഉണ്ടായ ബഹളം എന്തായിരുന്നു? രാഹുലിന് ഓർമ്മയുണ്ടാകും, വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടായിരുന്നു. കൃത്യമായ ആശയവിനിമയം നടത്തി, വെർച്വൽ ക്യൂവിനകത്ത് ചില പിന്നീടുള്ള ഇളവുകളും വരുത്തി, ഏറ്റവും ശാസ്ത്രീയമായി ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തി അത് ഭംഗിയായി നിർവഹിച്ചു, അല്ലേ? ഇന്നിപ്പോൾ ഈ പറയുന്ന അന്ന് UDFിൻ്റെ നിലപാടെന്തായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തെ ഹനിക്കുന്നു, അത്തരം കടുംപിടുത്തത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ പടപ്പുറപ്പാട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏറ്റവും നല്ല രൂപത്തിൽ മണ്ഡലകാലം നടത്തുകയുണ്ടായി കഴിഞ്ഞ തവണ. അങ്ങേക്കും അതിൽ വിയോജിപ്പുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രവുമല്ല, വാസവൻ എന്ന് പറഞ്ഞതുപോലെയാണെങ്കിൽ 53,60,000 പേർ വന്ന് സുഗമമായി ദർശനം നടത്തി മടങ്ങിപ്പോവുകയും ചെയ്തു. അതിനപ്പുറത്ത് എന്തു വലിയ സത്യവാങ്മൂലമാണ് ഇനി വേണ്ടത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ?
ശരി, സത്യസന്ധമായിട്ട് പറയാം. നേരത്തെ ശ്രീ വേണു പറഞ്ഞാണ് സത്യം. അനിൽ ബോസി ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പുള്ളി ആശ്വസിക്കാൻ. അതായത് യഥാർത്ഥത്തിൽ സർക്കാരിന് ഈ നിലപാട് മാറ്റിയാലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ സർക്കാരിന് പറ്റാത്ത 2-3 കാര്യങ്ങൾ പറഞ്ഞ് അത് കാരണമാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് വി ഡി സതീശൻജി ശ്രമിച്ചത്. ഇത് നമുക്ക് അറിഞ്ഞൂടെ, ഇതൊരാൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സംഭവം നമുക്ക് അറിഞ്ഞൂടെ. ഇനി 2 കാര്യങ്ങൾ ഇതിന്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കണം. ഇത് അന്നത്തെ ഒരു ഫോട്ടോ ഞാൻ പെട്ടെന്ന് അങ്ങേക്ക് വേണ്ടി എടുത്താണ്. അത് ശ്രീ വേണുവിന് ഒരു റോൾ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ആദ്യം അറസ്റ്റ് ചെയ്യുന്ന എന്റെ മുത്തശ്ശി ദേവകി അന്തർജനത്തെയാണ്. പിന്നീട് എന്റെ അമ്മ മല്ലിക നമ്പൂതിരി, പിന്നീട് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും. കോൺഗ്രസ്സുകാർക്ക് പറയാൻ എത്ര വാദം ഉണ്ടെന്നറിയാമോ? ഞങ്ങളുടെ നേതാവായ പ്രയാർ സാറിനെ അല്ലേ ആദ്യം അറസ്റ്റ് ചെയ്ത്. അവർ 3 പ്രായമുള്ളതുകൊണ്ട് വിട്ടു, എന്നെ അറസ്റ്റ് ചെയ്ത് കായംകുളം ജയിലിലോട്ട് മാറ്റി. അന്ന് ജയിലിൽ പമ്പയിൽ നിൽക്കുമ്പോഴാണ് ശ്രീ വേണു എന്നെ വിളിച്ച് എന്താണ് അവിടെ അപ്ഡേറ്റ് എന്നൊക്കെ ചോദിച്ചത്. ഞാനന്ന് വേണുജിയോട് പല കാര്യങ്ങളും അവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പലപ്പോഴും അനിൽ ബോസിക്ക് അറിയാമെന്നറിയില്ല, ഞാൻ അദ്ദേഹത്തെ പരിപാടിക്ക് മുമ്പ് ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു. ആദ്യം ഞങ്ങളെ ജയിലിൽ കാണാമെന്ന ശ്രീ കെ സുധാകരനും ആന്റണിയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഈ കോൺഗ്രസ് ഒരു കേഡർ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടും സെൻട്രലൈസ്ഡ് സ്വഭാവം ഇല്ലാത്തതുകൊണ്ടും ഇത് പലർക്കും അറിയുന്നില്ല. ഇനി എന്റെ ചോദ്യത്തിന് മറുപടി, കോൺഗ്രസിന് മാത്രമല്ല ബി.ജെ.പിക്കും ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിക്കും കഴിഞ്ഞ തവണ ഏറ്റവും മാതൃകാപരമായി ഈ മണ്ഡലകാലം ഒരു സർക്കാർ നടത്തിയെങ്കിൽ അതിനപ്പുറം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ മറ്റെന്ത് യോഗ്യതയാണ് വേണ്ടത്? അല്ല അവിടെയാണ് ബി.ജെ.പിയും കോൺഗ്രസും രാഷ്ട്രീയപരമായ ഒരു നിലപാടല്ലേ പറയാൻ പറ്റൂ. പക്ഷേ NSS SNDP എന്താ എടുക്കുന്നത്? ഹിന്ദു സമൂഹത്തിന്റെ വലിയൊരു പരിച്ഛേദം NSS SNDP യോഗക്ഷേമ സഭയൊക്കെയാണ്. ഞാൻ KPMS ആണ്. ഞാൻ തന്നെ ഇന്ന് 1-2 യോഗക്ഷേമ സഭയിലെ ആൾക്കാരോട് സംസാരിച്ചു. ഞാൻ പറയുകയുണ്ടായി നിലപാട് മാറ്റണം, സർക്കാർ പോസിറ്റീവായ ഒരു കാര്യത്തിന് മുമ്പോട്ട് വരികയാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ ഒന്ന് നേരിട്ട് അറിയിച്ചില്ല, വിളിച്ചില്ല, ബാക്കി തന്ത്രിമണ്ഡലത്തെ അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഇനിയും വിളിക്കുമായിരിക്കും. എനിക്ക് CPM-നോട് യാതൊരു ആഭിമുഖ്യം ഉണ്ടായിട്ടല്ല, അവർ ചെയ്യുന്ന നല്ല കാര്യമാണ്. അങ്ങനെ നല്ല കാര്യമാണെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്താ തെറ്റ് എന്ന് ഉദ്ദേശിച്ച് മാത്രം അത് ചെയ്തത്. CPM-കാർ രാഹുൽ, അവിടെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്തിന്റെ നിർവഹണം അത് ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ, സർക്കാർ കൂടെ ചേർന്നാണല്ലോ നിർവഹിക്കുന്നത്, അല്ലെ? ദേവസ്വം ബോർഡിന് പോലീസ് ഇല്ലല്ലോ. അതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ടാണ് ആ ക്രമീകരണം നടത്തുന്നത്. പിന്നെ എന്ത് തരത്തിലുള്ള വിശ്വാസം ഹനിക്കലാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഈ സർക്കാരിന് യോഗ്യതയില്ല എന്ന് പ്രതിപക്ഷത്തിനോ ബി.ജെ.പിക്കോ പറയാൻ കഴിയുമോ? അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടല്ലേ എടുക്കാൻ കഴിയൂ. പകരം CPM-ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ആദ്യം തന്നെ ശ്രീ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരെ, അയ്യപ്പ സേവാ സംഘത്തെ, അയ്യപ്പ സേവാ സമാജത്തെ ഒക്കെ കൂടി ഉൾപ്പെടുത്തി ഒരു പാനലോ കാര്യങ്ങളോ ഉണ്ടാക്കാറുണ്ട്. ഈ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു കലയല്ലേ. ഇത് കനകാവസരമാണെന്ന് പറഞ്ഞ കൂട്ടരെയോ? കനകാവസരം എന്ന് പറഞ്ഞ കൂട്ടരെയോ? അല്ല ശ്രീ വേണു, അങ്ങനെയല്ല. ഈ സുവർണാവസരം എന്ന് പറഞ്ഞ ശ്രീധരൻപിള്ള സാറാണ്. ശ്രീധരൻപിള്ള സാറാണ് ആയിക്കോട്ടെ, ആ പാർട്ടിയുടെ ദേശീയ തലത്തിൽ പദവിയിൽ നിൽക്കുന്ന ആളാണ് കുമ്മനം രാജശേഖരൻ. എനിക്കറിയാലോ. അന്ന് കുമ്മനം ചേട്ടൻ ഗവർണർ ആയിരുന്നു. അന്ന് കുമ്മനം ചേട്ടൻ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് ആണ്. ഇത് മായയും അല്ല, ഇത് മാനായും മാരീചനായും ഒക്കെ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നേ. ഇത് ഗവർണറായും ഗവർണറായും ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായും ഒക്കെ പ്രത്യക്ഷപ്പെടും കുമ്മനം. മാനായും മാരീചനായും ഒക്കെ പ്രത്യക്ഷപ്പെടും. അങ്ങനെയല്ല, ഞാൻ ഒരു വരി കൂടെ, കുമ്മനം ചേട്ടന്റെ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു അയ്യപ്പ ഭക്തനില്ല. 40-50 വർഷങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി നിൽക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടാണോ വീരബലിദാനി ഉണ്ടായി എന്ന പച്ച നുണ പറയുന്നത്? വീരബലിദാനി എവിടെ ഉണ്ടായി രാഹുൽ? ഞാനാ പറഞ്ഞ അതില് ഒരാള് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പോകുമ്പം മരിക്കുകയുണ്ടായി. അത് കല്ല് വീണ് മരിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ഏകദേശം 1.5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ വീട്ടിൽ കൊണ്ടു കൊടുത്ത ഒരാളാണ് ഞാൻ ആ വീട്ടിൽ പോയി 1.5 ലക്ഷം രൂപ. ചോദ്യം ഇതാണ്, വീരബലിദാനിയാണോ? കല്ലുകൊണ്ട് അല്ല, ഇനി അങ്ങനെയാണ് അപകടമെങ്കിൽ അപകടമരണമെല്ലാം വീരബലിദാനിയാണോ? പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മരിച്ചതാണ്. അല്ല, പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മരിക്കാന്ന് വെച്ചാൽ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു, അതിനിടയിൽ മരണം സംഭവിക്കുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മരണം സംഭവിക്കുകയല്ല. അല്ല, ആരെങ്കിലും എടുത്തെറിഞ്ഞ കല്ലുകൊണ്ടാണോ രാഹുൽ? ആരെങ്കിലും എടുത്തെറിഞ്ഞ കല്ലുകൊണ്ടാണോ? അല്ല, ഒരു കെട്ടിടത്തിന്റെ വെളിയിൽ നിന്ന് ഒരു കല്ല് ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു പോകണം. വീരബലിദാനിയാണോ അല്ലയോ രാഹുൽ? അല്ല, എന്റെ വിശ്വാസം അദ്ദേഹത്തെ ആരും കൊന്നതാണെന്നല്ല. പക്ഷെ എന്റെ വിശ്വാസത്തിൽ അദ്ദേഹം അയ്യപ്പന്റെ ഒരു പോരാളിയാണ്. വീരബലിദാനി എന്നൊക്കെയുള്ള ബി.ജെ.പിയുടെ വാക്കുകളാണ്. അതിന്റെ അർത്ഥം അങ്ങ് വളഞ്ഞു ചുറ്റിയൊക്കെയാണ് പറയുന്നതെങ്കിലും വീരബലിദാനി അല്ല. അപ്പൊ ഒരു അയ്യപ്പ ഭക്തൻ എന്ന് പറയുന്നയാൾക്ക് മിനിമം വേണ്ടത് സത്യസന്ധതയാണ്, അല്ലേ? ഇവിടെ അദ്ദേഹത്തെ വീരബലിദാനി എന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നുവെങ്കിൽ അങ്ങ് ചാർത്തി കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ എന്ന് പറയുന്ന പദവി കുമ്മനം അർഹിക്കുന്നില്ല. അത് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അതിന്റെ പൊതു സ്വീകാര്യത കൊണ്ടുവരാൻ നോക്കണ്ട.
അങ്ങനെയല്ല, ഒരു വരി എല്ലാ പാർട്ടിയിലും ഇപ്പം BJP CPM-ലുള്ള ഏറ്റവും നല്ല അയ്യപ്പ ഭക്തനെ ഞാൻ കണ്ടിട്ടുള്ള പത്മകുമാർ സാറാ. ഞങ്ങളെക്കാൾ എല്ലാം വിശ്വാസത്തോടെയും വേദനയോടെയും ഈ പ്രശ്നത്തിൽ ഇടപെട്ട ആളാണ്. കോൺഗ്രസിൽ നിന്ന് പ്രയാർ സാർ, BJP നിന്ന് കുമ്മനം ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്കിവിടെ എന്താ യഥാർത്ഥത്തിൽ പ്രകാശൻ മാസ്റ്ററോട് ഒരു 2 റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന്, അദ്ദേഹവും ഞാനും ഒരു വിഷയത്തിൽ അതിശക്തമായ വിയോജിപ്പായിരിക്കും ഉണ്ടാകുക. അദ്ദേഹം ശബരിമല മതനിരപേക്ഷതയുടെ കേന്ദ്രം എന്ന് പറയും, ഞാൻ ശബരിമല മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രം എന്ന് പറയും. ഈ വാക്കിലുള്ള വ്യത്യാസമേ നമ്മൾ തമ്മിൽ ഉള്ളൂ സാർ. നിങ്ങൾ മതനിരപേക്ഷത എന്ന് വിളിക്കുന്നത്. രാഹുൽ, പന്തളത്ത് ബദൽ സംഗമം നടത്താൻ പോവുകയാണെങ്കിൽ എത്ര ഈ സർക്കാർ വിളിച്ചാലും എത്ര ദിവസമോട് ക്ഷണിച്ചാലും വരില്ല. കാരണം അവരുടെ താല്പര്യം എന്ന് പറയുന്നത് വിഭാഗീയ താല്പര്യമാണ്. അപ്പോൾ എന്താണ് ഈ പന്തള സംഗമത്തിന്റെ ഉദ്ദേശം? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യമേ ഞാൻ നിഷ്പക്ഷമായിട്ട് ഞാൻ BJP RS-കാരനും അല്ല, അവരുടെ മുസ്ലിം സമൂഹത്തോടുള്ള നിലപാടിനെ വിയോജിക്കുകയും പരസ്യമായി വിമർശിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആദ്യമേ ഇവരെ വിളിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ നന്നാവുമായിരുന്നു. ഞാൻ ആരെയും കുറ്റം പറയാനല്ല, പ്രകാശൻ മാസ്റ്റർ ഒന്ന് അന്വേഷിക്കണം. പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ പോലും പലരെയും വിളിച്ചിട്ടില്ല. അപ്പൊ എല്ലാരെയും വിളിച്ചൊരു പരിപാടി ചെയ്യണ്ടേ? ഇവർക്ക് വലിഞ്ഞു കയറി വരാൻ പറ്റൂ? പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ, അയ്യപ്പ സേവാ സംഘത്തെ, അയ്യപ്പ സേവാ സമാജത്തിനെ എല്ലാരെയും കൂടെ വിളിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം പ്രശാന്ത് ജിക്കും. ശരി, അവസാനമായി പ്രകാശൻ മാസ്റ്റർ അതിനുള്ള മറുപടി മാത്രമല്ല, അങ്ങ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഈ പറയുന്ന പന്തളം സംഗമം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു, അതിനെ വെല്ലുവിളിക്കുന്ന, അതിൻ്റെ എതിർദിശയിലേക്ക് സമൂഹത്തെ ധ്രുവീകരിക്കാൻ നോക്കുന്ന ഒരു നീക്കമാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും നേരത്തെ തന്നെ വിളിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത്. അങ്ങയുടെ മറുപടി? അതൊരു കാരണവശാലും സാധിക്കുന്നതല്ല. കാരണം ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്താൻ കഴിയൂ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. ഇവിടെ വർഗീയത ശക്തിപ്പെടുത്തി സെൻസേഷണലായി എല്ലാ പ്രശ്നങ്ങളിലും വർഗീയത കുത്തിച്ചെലുത്തി എങ്ങനെയാണ് കേരളത്തിൽ ഈ വർഗീയ വിഭജനം ഉണ്ടാക്കാനാവുക? ഇതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണല്ലോ RSSും BJPയും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് നിയന്ത്രണമുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും നാലമ്പല യാത്ര, അതുപോലെ ഭാഗവത സപ്താഹ യജ്ഞം, അതുപോലെ രാമായണ പാരായണം, വർഗീയ പ്രഭാഷണം, ഇതെല്ലാം വ്യക്തമായ ഉദ്ദേശത്തോടെ അവർ നടത്തുന്ന ആക്ഷേപം സാർവത്രികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു വിഭാഗത്തെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങൾക്ക് കേരള ഗവൺമെന്റ് നടത്തുന്ന ഈ ഒരു പുതിയ ശ്രമം അവർക്ക് വിലങ്ങുതടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പന്തളത്ത് പ്രത്യേകമായ നിലക്കുള്ള ഒരു സംഗമം നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അതിനെ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസും ലീഗും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ മതനിരപേക്ഷവാദികൾ ആകെ ഒറ്റക്കെട്ടാണ്. ഇവിടെ കേരളത്തിലെ ഈ പറയുന്ന ആരാധനാലയങ്ങളെ ഭരിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റിനെയാണല്ലോ, ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലേ. അവിടെ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമ്പോൾ വിഭാഗീയ താല്പര്യങ്ങളോടെ മറ്റൊരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ കോൺഗ്രസ് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം ഇതിൽ വലിയ റോളുള്ള 2 സംഘടനകളുണ്ട്. പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ഇത്രയും സ്വീകാര്യമായ ഒന്നാണ് എന്ന നിലയിൽ നിങ്ങൾക്ക് പോലും അവതരിപ്പിക്കാൻ കഴിയുന്നത് NSSന്റെയും SNDPയുടെയും പിന്തുണയോടെയാണ്. പന്തളം സംഗമത്തിന്റെ മുന്നിൽ കഥ കടയ്ക്കുകയാണ് വേണ്ടത്. കണിച്ചുകുളങ്ങരയിൽ നിന്നുള്ള ഈ പറയുന്ന SNDPയുടെ നേതാവായാലും അതുപോലെ തന്നെ പെരുന്നയിലുള്ള NSSന്റെ നേതാവായാലും NSSും SNDPയും വാതിലടച്ചാൽ പന്തളം സംഗമം എന്ന് പറയുന്നത് വെറും കടലാസുപുലി മാത്രമാവും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.